ഹലോ കൂട്ടുകാരെ, നമ്മുടെ ഇംഗ്ലീഷ് അധ്യായങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ്. ചില സാങ്കേതിക കാരണങ്ങളാൽ എനിക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല. അതിന് ഞാൻ പ്രത്യേകം ക്ഷമ ചോദിക്കുന്നു. നിങ്ങളുടെ സഹകരണങ്ങളും സപ്പോർട്ടും ഇനിയും എനിക്ക് ആവശ്യമുണ്ട്. നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ടുകൾക്കും അധികം നന്ദിയുണ്ട്. കൂടുതലായൊന്നും പറയാതെ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് എടുത്ത വിഷയം വളരെ ഇമ്പോർട്ടൻ്റായ ഒരു പാർട്ടാണ്. ഇംഗ്ലീഷ് അറിയുന്നവർക്കും അറിയാത്തവർക്കും ഏറ്റവും കൂടുതൽ തെറ്റുപറ്റുന്ന ഒരു മേഖലയാണ് ഇംഗ്ലീഷിലെ പ്രിപ്പോസിഷൻ എന്നുള്ള ഭാഗം. എങ്ങനെ പ്രോപ്പർ വേ, നേരായ രീതിയിൽ പ്രിപ്പോസിഷൻ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാമെന്നുള്ളത് പല ആളുകൾക്കും അറിയുമെങ്കിലും കൺഫ്യൂഷനാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു സിമ്പിൾ ട്രിക്ക് സ്ട്രാറ്റജിയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയാസ് നിങ്ങൾക്ക് എന്തായാലും ലഭിക്കും. ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുത്ത 3 ഇമ്പോർട്ടൻ്റായ പ്രിപ്പോസിഷനുകൾ അറ്റ്, ഓൺ, ഇൻ എന്നുള്ള ഈ 3 പ്രിപ്പോസിഷനുകളും ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷനുകളിൽപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണയായി ഏറ്റവും കൂടുതൽ തെറ്റുപറ്റാറുള്ള പ്രിപ്പോസിഷൻ കൂടിയാണിത്. ഞാനിവിടെ ഈ 3 പ്രിപ്പോസിഷനുകളെയും അറേഞ്ച് ചെയ്യുന്നത് ഒരു പിരമിഡ് രീതിയിലാണ്. ഇതിൻ്റെ ബാക്കിൽ ഒരു സ്ട്രാറ്റജി ഉണ്ട്, ഒരു ട്രിക്കുണ്ട്. നമുക്കത് വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന അറ്റ് എന്നുള്ള പ്രിപ്പോസിഷൻ ഒരു സ്പെസിഫിക് ടൈമിനെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഓൺ എന്നുള്ളത് മീഡിയം സ്പെസിഫിക്, ഇന്നാണെങ്കിലോ ലെസ് സ്പെസിഫിക്. ദാറ്റ് മീൻസ്, ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. ഇംഗ്ലീഷിൽ അറ്റ് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞു ഒരു സ്പെസിഫിക് ടൈമിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അറ്റ് 5 o'clock. ഒരു ദിവസത്തിൻ്റെ പാർട്ടാണ് ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ 5 o'clock, 1 o'clock, 3 o'clock എന്തും നമുക്ക് പറയാം. വി ക്യാൻ മീറ്റ് അറ്റ് 5 o'clock. നമുക്ക് 5 മണിക്ക് കണ്ടുമുട്ടാം. അതുപോലെ അറ്റ് ദിസ് ടൈം, ഈ സമയത്ത്. നോ വേക്കൻസി അറ്റ് ദിസ് ടൈം, ഈ സമയത്ത് ഒരു വേക്കൻസിയും ജോലി ഒഴിവും ഇല്ല. ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അറ്റ് നൈറ്റ്, രാത്രിയിൽ. ഹി കെയിം അറ്റ് നൈറ്റ്, അദ്ദേഹം രാത്രിയിൽ വന്നു. അറ്റ് എനി ടൈം, ഒരു സമയത്തും. പ്ലീസ് ഡോണ്ട് കം ഹിയർ അറ്റ് എനി ടൈം, ഒരിക്കലും ഇവിടെ വന്നു പോകരുത്. അറ്റ് നോൺ, ഉച്ച സമയത്ത്. ഹി ലെഫ്റ്റ് അറ്റ് നോൺ. ഇപ്പോൾ പറഞ്ഞ ഉദാഹരണങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉദാഹരണങ്ങളെല്ലാം വളരെ സ്പെസിഫിക് ആയ ഒരു ടൈമിലാണ് ഇവ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത്രയും സന്ദർഭങ്ങളിലാണ് നമ്മൾ അറ്റ് ഉപയോഗിക്കേണ്ടത്. നമുക്ക് ഓൺ എപ്പോൾ ഉപയോഗിക്കാമെന്ന് നോക്കാം. മീഡിയം സ്പെസിഫിക്. നമ്മൾ പഠിച്ചു അറ്റ് എന്നുള്ളത് ഒരു ദിവസത്തിൻ്റെ ഭാഗത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഓൺ എന്നുള്ളത് എന്തായിരിക്കും? ഒരു ദിവസത്തെ സൂചിപ്പിക്കുന്നു. നമ്മൾ സാധാരണ പരിചയമായ വീക്ക് ഡേയ്സുകൾ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ തുടങ്ങിയ ദിവസങ്ങളിൽ നമ്മൾ ഓണാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ദ മാരേജ് ഈസ് ഓൺ സൺഡേ ഓർ സാറ്റർഡേ, നമ്മൾ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. അതുപോലെ തന്നെ വൺ ഡേറ്റിനെ സൂചിപ്പിക്കാൻ, ഉദാഹരണം ജനുവരി 5th, മാർച്ച് 5th, ഓഗസ്റ്റ് 5th. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ദ ഫംഗ്ഷൻ ഈസ് ഓൺ ജൂൺ 5th ഓർ ജൂൺ 15th. എന്തു വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു മാസത്തിൻ്റെ 30 ദിവസത്തെയും നമുക്ക് ഇതുപോലെ പറയാൻ കഴിയും. അപ്പോൾ നമ്മൾ ഒരു മീഡിയം സ്പെസിഫിക്, അതായത് പ്രത്യേകിച്ച് ഒരു ദിവസത്തെ സൂചിപ്പിക്കാനാണ് കൂടുതലും ഓൺ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, റിപ്പീറ്റേറ്റീവ് ഡേയ്സുകളിൽ ഉപയോഗിക്കാറുണ്ട്. എന്താണ് റിപ്പീറ്റേറ്റീവ് ഡേയ്സ് എന്ന് പറയുന്നത്? ആവർത്തിച്ചു വരുന്ന ദിവസങ്ങൾ. നമുക്കറിയാം, നമ്മുടെ ബർത്ത്ഡേ, ജന്മദിനങ്ങളെല്ലാം എല്ലാ വർഷവും ആവർത്തിക്കുന്നു. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഡേ എല്ലാ വർഷവും ആവർത്തിക്കുന്നു. അതുപോലെ ആനിവേഴ്സറി തുടങ്ങിയ ആവർത്തനങ്ങളുള്ള ദിവസങ്ങളെ സൂചിപ്പിക്കുമ്പോഴും അവിടെ ഓണാണ് ഉപയോഗിക്കുന്നത്. ദ പാർട്ടി വിൽ ബി ഓൺ ഹിസ് ബർത്ത്ഡേ, അദ്ദേഹത്തിൻ്റെ ജന്മദിനത്താണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് പ്ലാൻ ചെയ്തത് എന്ന് ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ നിങ്ങൾ ഈ 3 സന്ദർഭങ്ങളിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഡേയ്സുകളിലും വൺ ഡേറ്റുകളും അതുപോലെ റിപ്പീറ്റഡ് ഡേയ്സുകളും ഇവയെല്ലാം സൂചിപ്പിക്കുന്നത് ഒരു ദിവസത്തെ പ്രതിനിധീകരിക്കാനാണ്, അല്ലേ? ഡേ എന്ന് പറയുമ്പോൾ സൺഡേ ഒരു ദിവസമാണ്. അതുപോലെ തന്നെ വൺ ഡേറ്റ്, ജനുവരി 15th, ജനുവരി 5th എന്ന് പറയുന്നതും ഒരു ദിവസത്തെ സൂചിപ്പിക്കാനാണ്. അതുപോലെ റിപ്പീറ്റേറ്റീവ് ഡേയ്സ് ആണെങ്കിലും ആ ബർത്ത്ഡേ സംഭവിക്കുന്നത് ഒരു ദിവസത്തിലാണ്.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു ദിവസത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോഴാണ് കൂടുതലും ഓൺ ഉപയോഗിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ അറ്റ് പഠിച്ചത് ഒരു ദിവസത്തിൻ്റെ പാർട്ടാണ്, അത് മണിക്കൂറുകളെ സൂചിപ്പിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ ഉച്ചസമയം, അല്ലെങ്കിൽ രാത്രി സമയം, അല്ലെങ്കിൽ ഒരു മണിക്കൂർ തുടങ്ങിയ ഒരു ദിവസത്തിൻ്റെ ഭാഗങ്ങളെ ചർച്ച ചെയ്യുമ്പോഴാണ് നമ്മൾ അറ്റ് ഉപയോഗിക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കണം ഇവ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, നമുക്കിനി ഇന്നെ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായും നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. കാരണം നമ്മൾ അറ്റ് പഠിച്ചു ഒരു സമയം, ഓൺ പഠിച്ചു ഒരു ദിവസം. അപ്പോൾ സ്വാഭാവികമായും ഇന്നെന്ന് പറയുന്നതായിരിക്കും, അതെ, ഒരു മാസത്തെ സൂചിപ്പിക്കാനായിരിക്കും ഉപയോഗിക്കുന്നത്. മന്ത്സ്, മാസങ്ങളെ സൂചിപ്പിക്കാൻ. 12 മാസങ്ങളിൽ ഏത് മാസമായാലും ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ തുടങ്ങിയ മാസങ്ങളെ സൂചിപ്പിക്കുമ്പോൾ ഇന്ന് ഉപയോഗിക്കുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ദേ ആർ ഗെറ്റിംഗ് മാരീഡ് ഇൻ ജൂലൈ, അവർ ജൂലൈയിൽ വിവാഹിതരായി. അതുപോലെ തന്നെ സീസൺ ടൈം, സീസൺ ടൈമുകൾ സമ്മർ, വിൻ്റർ തുടങ്ങിയ സീസണുകളെ സൂചിപ്പിക്കാനും എന്നാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ദ പ്രോഗ്രാം വിൽ ബി ഇൻ ദ സമ്മർ, ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അതുപോലെ തന്നെ വർഷങ്ങളെ സൂചിപ്പിക്കുമ്പോഴും ഇന്നാണ് ഉപയോഗിക്കുന്നത്. 2005, 10, 15, 19 എന്നീ വർഷങ്ങളും എല്ലാ വർഷങ്ങളെയും സൂചിപ്പിക്കാൻ ഇന്നാണ് ഉപയോഗിക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ദേ റീലൊക്കേറ്റഡ് ടു കേരള ഇൻ 2005, 2005 അവർ കേരളത്തിലേക്ക് വീട് മാറി വന്നത് തുടങ്ങിയ വർഷങ്ങളെ സൂചിപ്പിക്കുമ്പോഴും നമ്മൾ ഇന്നാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ലോങ് പീരീഡ് ഓഫ് ടൈം, കൂടുതൽ പീരീഡായ ഒരു ടൈമിനെ സൂചിപ്പിക്കുമ്പോഴും ഇന്നാണ് ഉപയോഗിക്കുന്നത്. ഇൻ ദ പാസ്റ്റ്, ഇൻ ദ ഫ്യൂച്ചർ, ഇൻ എ ഫ്യൂ ഡേയ്സ് തുടങ്ങിയ സന്ദർഭങ്ങളിലെല്ലാം നമ്മളവിടെ ഇന്നാണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്കിതൊന്ന് സമ്മറൈസ് നോക്കാം. അറ്റ് എന്ന് പറയുന്നത് ഒരു ദിവസത്തിൻ്റെ ഭാഗമായ സമയത്തെ സൂചിപ്പിക്കുന്നു. ഓൺ എന്ന് പറയുന്നത് ഒരു ദിവസത്തെ സൂചിപ്പിക്കുന്നു. ഇൻ എന്ന് പറയുന്നത് ഒരു മാസത്തെയോ ഒരു വർഷത്തെയോ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ പിരമിഡിൻ്റെ ടെക്നിക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അറ്റ് എന്നുള്ളത് ഷാർപ്പ് പോയിൻ്റാണ്. ഷാർപ്പ് പോയിൻ്റ് അറിയുമ്പോൾ അത് ഒരു ദിവസത്തിൻ്റെ ഭാഗത്തെ ആയിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓൺ എന്ന് പറയുന്നത് ഒരു ദിവസത്തെ, മീഡിയം സ്പെസിഫിക്. ഇൻ എന്ന് പറയുന്നത് ലെസ് സ്പെസിഫിക്, മീൻസ് ഒരു വർഷത്തെ ഒരു മാസത്തെ സൂചിപ്പിക്കാൻ. ഇതാണ് സാധാരണ നമ്മുടെ ഇംഗ്ലീഷ് ഉപയോഗങ്ങളിൽ വരാറുള്ള പ്രയോഗങ്ങൾ. എന്നാൽ ചില എക്സെപ്ഷനായ വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്നാലും നമ്മുടെ ഇത്രയും വിഷയങ്ങൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ഈ പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട 80% ഫാൾട്ട് നിങ്ങൾക്ക് ക്രമീകരിക്കാൻ കഴിയും. ഇനി നമുക്ക് മറ്റു ചില വിഷയങ്ങൾ കൂടി നമുക്ക് ഈ പ്രിപ്പോസിഷനിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മറ്റ് ഉപയോഗങ്ങൾ, അറ്റ് എന്നതിൻ്റെ മറ്റു ഉപയോഗങ്ങൾ നമുക്ക് നോക്കാം. യൂസ് ടു ഇൻഡിക്കേറ്റ് എ സ്പെസിഫിക് പ്ലേസ്, ഒരു പ്രത്യേക സ്ഥലത്തെ സൂചിപ്പിക്കാൻ. അറ്റ് എപ്പോഴും ഒരു സ്പെസിഫിക് ആയ ഐഡിയകളാണ് എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ദ പ്രോഗ്രാം വാസ് അറ്റ് ക്ലബ് ഹൗസ്, ക്ലബ് ഹൗസിലാണ് നമ്മുടെ പ്രോഗ്രാം അറേഞ്ച് ചെയ്തത്. ദ ആർ അബൌട്ട് 1000 പീപ്പിൾ അറ്റ് പാർക്ക്, പാർക്കിൽ ഏകദേശം 1000 ആളുകളുണ്ട്. അതുപോലെ തന്നെ യൂസ് ടു ഇൻഡിക്കേറ്റ് ആൻ ഇമെയിൽ അഡ്രസ്, അവിടെ ആനാണ്, ആൻ ഇമെയിൽ അഡ്രസ്, ഒരു ഇമെയിൽ അഡ്രസ്സിനെ സൂചിപ്പിക്കാൻ അറ്റ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇമെയിൽ മീ അറ്റ് something@gmail.com, അവിടെ നിങ്ങൾ ഇമെയിലാണ് മെൻഷൻ ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റ് സം ആക്ടിവിറ്റീസ്, ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ഉപയോഗിക്കണം. അത് ചില വേർബുകളെ അല്ലെങ്കിൽ ചില വേർഡുകളെ ഫോളോ ചെയ്ത് വരാറുണ്ട് അറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഹി ലാഫിങ് അറ്റ്, ലാഫിങ് എന്ന് പറഞ്ഞാൽ ചിരിക്കുകയാണ്. ഇവിടെ ലാഫിങ് അറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഇഡിയംസ് എക്സ്പ്രഷനാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ കളിയാക്കി എന്നാണ് അവിടെ അർത്ഥം. ഓക്കെ, ഐ ആം ഗുഡ് അറ്റ് റൈഡിങ് ബൈക്ക്, ഞാൻ വളരെ ബൈക്ക് റൈഡിങ്ങിൽ വളരെ ഉഷാറാണ്. ഗുഡ് അറ്റ്, വളരെ എക്സ്പേർട്ടാണ് എന്നുള്ളൊരു മീനിങ്ങിൽ ഉപയോഗിക്കാറുണ്ട്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഓൺ എന്നതിൻ്റെ അതർ കോമൺ യൂസേജ് നമുക്ക് നോക്കാം. യൂസ് ടു എക്സ്പ്രസ് എ സർഫേസ് ഓഫ് സംതിങ്, ഒരു വസ്തുക്കളുടെ ഉപരിതലത്തെ സൂചിപ്പിക്കാൻ ഓൺ എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഓൺ ദ ടേബിൾ, ഓൺ ദ ഡെസ്ക്, ഓൺ ദ ബെഞ്ച് തുടങ്ങിയ ഒരു ഉപരിതലത്തെ സൂചിപ്പിക്കാൻ എപ്പോഴും ഓൺ ഉപയോഗിക്കാറുണ്ട്. ദ പേപ്പർ ഈസ് ഓൺ ദ ടേബിൾ, ഒരു ടേബിളിൻ്റെ മുകളിലാണ് പേപ്പർ ഉള്ളത്. യൂസ് ടു ഇൻഡിക്കേറ്റ് എ മെഷീൻ, ഒരു മെഷീനെ സൂചിപ്പിക്കാൻ
ഈ ഓൺ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ ഫോൺ ചെയ്യുകയാണ്, ഹീസ് ഓൺ ദ ഫോൺ, അദ്ദേഹം ഫോണിലാണ്. ഓൺ ദ കമ്പ്യൂട്ടർ ഉപയോഗിക്കുകയാണ്. ഇതുപോലെ ഒരു മെഷീനറിയെ സൂചിപ്പിക്കുമ്പോൾ നമ്മുടെ ഓൺ ആണ് ഉപയോഗിക്കേണ്ടത്. ഇൻഡിക്കേറ്റ് പാർട്സ് ഓഫ് ദ ബോഡി, ഒരു ശരീരത്തിൻ്റെ ഭാഗങ്ങളെ സൂചിപ്പിക്കുമ്പോഴും ഓൺ ആണ് ഉപയോഗിക്കേണ്ടത്. പെയിൻ ഓൺ മൈ ഷോൾഡർ, എൻ്റെ ഷോൾഡറിലാണ് എൻ്റെ വേദനയുള്ളത്. ഐ വെയറിങ് ഓൺ മൈ ഫിംഗർ, എൻ്റെ വിരലിൽ ഞാൻ മോതിരം അണിഞ്ഞു. വിയർ എന്ന് പറഞ്ഞാൽ അണിയുക. ഓക്കെ, ഞാൻ ഫാസ്റ്റായി കവർ ചെയ്യുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയുമായതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഞാൻ അഡീഷണലായി നിങ്ങൾക്ക് ആഡ് ചെയ്തത്. ഇനി നമ്മുടെ ഇൻ എന്നതിൻ്റെ മറ്റു ഉപയോഗം നോക്കാം. ഇൻ എന്നതിൻ്റെ മറ്റു ഉപയോഗം ഇൻഡിക്കേറ്റ് എ കളർ, ഷേപ്പ് ഓർ സൈസ്, ഒരു കളറിനെയോ ഷേപ്പിനെയോ സൈസിനെയോ സൂചിപ്പിക്കാൻ ഇൻ ഉപയോഗിക്കാറുണ്ട്. ദിസ് പെയിൻറ്റിങ് മോസ്റ്റ്ലി ഇൻ ബ്ലൂ, കൂടുതലായും ഈ പെയിൻറ്റിങ്ങിൽ നീല കളറാണ് ഉപയോഗിച്ചത്. ദ സ്റ്റുഡൻസ് സ്റ്റുഡ് ഇൻ എ സർക്കിൾ, കുട്ടികളെല്ലാം വട്ടത്തിൽ നിന്നു. ഒരു ഷേപ്പിനെ സൂചിപ്പിക്കുമ്പോൾ അവിടെ ഇന്നാണ് ഉപയോഗിക്കുന്നത്. ചില സമയത്ത് വൈൽ എന്നുള്ള ആ സന്ദർഭത്തിൽ എന്നുള്ളൊരർത്ഥത്തിൽ ഇൻ ഉപയോഗിക്കാറുണ്ട്. ഇൻ പ്രിപ്പയറിംഗ് ഓഫ് ഫൈനൽ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ വി റിവൈസ് ദ റിപ്പോർട്ട് 10 times, ആ റിപ്പോർട്ട് നമ്മൾ 10 തവണ റിവൈസ് ചെയ്തു, പുനർവായന നടത്തി. ഓക്കെ, ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രം. അവിടെ ഇൻ ഉപയോഗിച്ചത് ഒരു വൈൽ എന്നുള്ള മീനിങ്ങിലാണ് അവിടെ ഉപയോഗിക്കുന്നത്. ചില അപൂർവം ചില സന്ദർഭങ്ങൾ ഉപയോഗിക്കുന്നതാണെങ്കിലും നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തു. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റ് സം ബിലീഫ്, ഒപ്പീനിയൻ, ഇൻട്രസ്റ്റ്, ഫീലിംഗ്, ചില വിശ്വാസം, അഭിപ്രായം, താല്പര്യം, നമ്മുടെ വികാരങ്ങളൊക്കെ എക്സ്പ്രഷൻ ചെയ്യാൻ ചിലപ്പോൾ ഇൻ ഉപയോഗിക്കാറുണ്ട്. ഐ ബിലീവ് ഇൻ എ ലൈഫ് ആഫ്റ്റർ ഡെത്ത്, മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും സന്ദർഭങ്ങളിൽ ഇൻ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവയെല്ലാം ഈ 3 പ്രപ്പോഷനുകൾ എങ്ങനെ എവിടേക്ക് ഉപയോഗിക്കണമെന്നുള്ള ഒരു ഫിക്സഡായ നിയമങ്ങളില്ല. നമ്മൾ പഠിച്ച ഈ 3 പ്രപ്പോഷനുകളും ചിലപ്പോൾ ഒരേ സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവിടെ ഉപയോഗിക്കുമ്പോൾ അതിന് വ്യത്യസ്തമായ മീനിങ് ആണ് അവിടെ ഉൾക്കൊള്ളിക്കേണ്ടത്. അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ പ്രസൻറ്റേഷനാണ് ഞാനിവിടെ കൊണ്ടുവന്നുള്ളത്. ഇവിടെ ഒരു കാറിൻ്റെ അടുത്ത് 3 ആളുകളാണ്. ഇവിടെ ഇവർ ഉപയോഗിക്കുന്നത് 3 പ്രപ്പോഷനുകളാണ്. ഐ ആം അറ്റ് ദ കാർ. ഐ ആം അറ്റ് ദ കാർ എന്ന് പറഞ്ഞാൽ ഞാൻ കാറിൻ്റെ അടുത്ത് നിൽക്കുകയാണ് എന്നുള്ള അർത്ഥം. ഐ ആം ഓൺ ദ കാർ എന്ന് പറയുമ്പോൾ ഞാൻ കാറിൻ്റെ മുകളിലാണ്. ഐ ആം ഇൻ ദ കാർ എന്ന് പറയുമ്പോൾ ഞാൻ കാറിൻ്റെ അകത്താണ്. ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ഈ വേർഡുകൾ നമ്മൾ പരസ്പരം ഇൻ്റർചേഞ്ചിങ് ആയി ഉപയോഗിക്കുമ്പോൾ അത് തെറ്റായി നമുക്ക് ഗണിക്കാൻ കഴിയില്ല. പക്ഷേ അവിടെ മീനിങ്ങിൽ വ്യത്യാസം വരാറുണ്ട്. അത് ഒരു ഉദാഹരണം എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞതെന്ന് മാത്രം. ഇനിയും നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ലെങ്ത് ഇനിയും വർദ്ധിക്കും. അതുകൊണ്ട് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഇനി അടിപൊളി ടോപ്പിക്സുമായി നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. അതുവരെ സീ യു ബൈ.